ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ ജീവിതത്തിൽ നിന്നും എന്നെയും എന്റെ മകളെയും ഉപേക്ഷിച്ച് എങ്ങോട്ടാ പോയതാ? ഒരു മനസാക്ഷി ഇല്ലാത്തോടാ ഇവളുടെ അമ്മ. അതുകൊണ്ട് തന്നെയാ ഇതുവരെയും ഇത്രയും നാളും എനിക്കിവിടെ സ്നേഹിക്കാൻ കഴിയായിരുന്നത്. ഞാനതിന് ചെറിയമ്മയോടൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ ഋതിക മോളെ, നീ ഇതുവരെ വന്നിട്ട് ചായ കുടിച്ചില്ലല്ലോ. ദാ ചായ കുടിക്ക. വേണ്ട അമ്മായി, ഞാൻ ചായ കുടിച്ചതാ. വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്നും പത്മാവതി മാഡം ഇറങ്ങിപ്പോയതിൻ്റെ കാരണം അംബിക മാഡമാണെന്ന് ഇന്നെനിക്ക് വർമ്മ സാറിനോട് പറയണം. ഋതു മോളെ, ചായ കുടിക്കേ. ദേ, ഇത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതല്ലേ. ചായ കുടിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാ ചായ കുടിക്ക. എന്താ ചേച്ചി ഇത്? അയ്യോ, കൈ പൊള്ളിയോ? മോളെ, ഋതികേ, കൈ ചെറുതായി പൊള്ളിയിട്ടുണ്ട്. ഞാൻ ഐസ് എടുത്തിട്ട് വരാം. അച്ഛൻ, എന്റെ കൈ. മിണ്ടി പോടുന്നു നീ. നീ ഇപ്പൊ എന്താ വിളിച്ചേ? അച്ഛ, അമ്മായി ചായ തന്നപ്പോ എന്റെ കൈ പൊള്ളിയപ്പോ ഞാൻ. കൈ പൊള്ളിയാ? നിനക്ക് എന്നാടി അമ്മ ഉണ്ടായത്? അത് പ്രഥവേട്ട, പൊള്ളിയതിന്റെ വേദനയില് മോള്. എന്ന് വെച്ച് ഇവൾക്ക് അമ്മ ഉണ്ടായിരുന്നോ? ഇവളെ അമ്മയാണോ വളർത്തിയത്? പ്രതാപ, ആർക്കാണെങ്കിലും വേദനിച്ചു കഴിഞ്ഞാ അമ്മയെന്നല്ലേ വിളിച്ച് കരയത്തുള്ളൂ. പാടില്ല. അങ്ങനെ ഇവൾ അമ്മ എന്ന വാക്ക് ഉച്ചരിക്കാൻ പാടില്ല. കാരണം ഇവളെ വളർത്തിയത് ഞാനാണ്. പുറമെ ഞാൻ അധികം സ്നേഹിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ ഇവള് വളർന്നതും വളർത്തിയതും എന്റെ മുന്നില. ഇവളുടെ അമ്മ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ചേച്ചി പറ. പ്രതാപ, നീ ഒന്ന് സമാധാനപ്പെട്. ഇല്ല ചേച്ചി, സമാധാനപ്പെടുന്ന പ്രശ്നമില്ല. എനിക്കറിയണം ഇവൾക്ക് അമ്മ എന്ന ചിന്ത എപ്പ മനസ്സിലുണ്ടായെന്ന്. എനിക്കിപ്പ അറിയണം. എന്റെ ജീവിതത്തിൽ നിന്നും എന്നെയും എന്റെ മകളെയും ഉപേക്ഷിച്ച് എങ്ങോട്ടാ പോയതാ? ഒരു മനസാക്ഷി ഇല്ലാത്തോടാ ഇവളുടെ അമ്മ. അതുകൊണ്ട് തന്നെയാ ഇതുവരെയും ഇത്രയും നാളും എനിക്കിവിടെ സ്നേഹിക്കാൻ കഴിയായിരുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കി എവിടേക്കോ ഇറങ്ങിപ്പോയ അവളുടെ പേര് ഉച്ചരിക്കുന്നത് പോയിട്ട് ഇവളുടെ വായിന്ന് അമ്മ എന്നൊരു വിളി കേൾക്കാൻ അവൾക്ക് യാതൊരു യോഗ്യതയില്ല. അച്ഛൻ, സോറി. അത് ഞാൻ വേദനിച്ചപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. ആവർത്തിക്കരുത്. ഇനി ഒരിക്കലും നീ ഇത് ആവർത്തിക്കരുത്. അമ്മ എന്ന വാക്ക് നീ ഉച്ചരിക്ക പോലും ചെയ്യരുത്. ഇത് ചിലപ്പോ എന്റെ ഈഗോ ആയിരിക്കാം. നിനക്കുള്ളത് അച്ഛൻ,
അച്ഛൻ മാത്രമാണ്. മനസ്സിലായോ? ഈശ്വര, വർമ്മ സാറിന് പത്മാവതി മാഡത്തോട് ഇപ്പോഴും ഇത്രയും ദേഷ്യം. ഇതറിയാതെയാണല്ലോ ഞാൻ പത്മാവതി മാഡത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഞാനെങ്ങാനും പത്മാവതി മാഡത്തിൻ്റെ കാര്യം വർമ്മ സാറിനോട് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കില്ല, ഇതിന്റെ 10 ഇരട്ടി ദേഷ്യത്തിലായിരിക്കും എന്നോട് പ്രതികരിക്കുക. യാമിനി, ഇവളുടെ കൈ പൊള്ളിയേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ഡ്രൈവറോട് കാർ എടുക്കാൻ പറ. വേണ്ട പ്രതാപേട്ട, കിച്ചണിൽ തേനിരിപ്പുണ്ട്, ഞാനത് കൈ പുരട്ടി കൊടുത്തോളാം. വാ മോളെ. എന്ത് പറയാനാ ചേച്ചി? അവളെ കുറിച്ച് ഞാൻ മറക്കാൻ ശ്രമിക്കുമ്പോഴില്ല ആരെങ്കിലും അവളെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചിങ്ങനെ ഞാനല്ലാതാവും. സോറി ചേച്ചി. സാരിയില്ലടാ, നീ റിലാക്സ് ചെയ്. എനിക്കറിയാം നിന്റെ വിഷമം. ആരാ അവിടെ വാതിക്കല്? ദൈവമേ, കണ്ട ആരാത്? ഞാനാ സാറേ, വേണു. വേണു കിട്ടണോ? വാ, അകത്തേക്ക് വാ. എന്താ വേണൂട്ട വന്നത്? അതെന്തൊരു ചോദ്യമാണല്ലേ. വേണൂട്ട വാ, ഇരിക്ക. വേണ്ട സാർ, സാറ് ഡൽഹിയിലൊക്കെ പോയിരിക്കായിരുന്നല്ലോ. സാറ് തിരിച്ചു വന്നപ്പോ ഒന്ന് കാണാം, സംസാരിക്കാന്നൊക്കെ കരുതി വന്നതാ. അതിനെന്താ? വേണൂട്ട വാ, ഇരിക്ക. ഇല്ലില്ല, ഞാൻ പിന്നെ വരാം. വർമ്മ സാറ് തിരക്കാണെന്ന് തോന്നുന്നു. വേണൂട്ട, ഞാൻ ദേഷ്യപ്പെട്ടത് കണ്ടിട്ടാണെങ്കിൽ സോറി. പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ കേട്ടപ്പോ അറിയാതെ റിയാക്ട് ചെയ്തു പോയതാ. മനസ്സിലായി സാറേ, എനിക്ക് മനസ്സിലായി. ഹലോ. ഇല്ല, എന്ത് തിരക്കാണെങ്കിലും ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. എന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛൻ വന്നിരിക്കുക. അപ്പോ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. ഐ വിൽ കോൾ യു ലേറ്റർ. ബൈ. വേണൂട്ടോ വാ. നീ വാ. മകളുടെ ഭർത്താവിന്റെ അച്ഛനോട് അമ്മാവൻ സംസാരിക്കാണ് പോലും. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇതിപ്പോ ഋതിക അമ്മാവൻ വഴക്ക് പറഞ്ഞതിൽ സന്തോഷിക്കണോ, അതോ അമ്മ ഈ സത്യങ്ങൾ അമ്മാവനോട് തുറന്നു പറയാത്തതിൽ വിഷമിക്കണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. എടാ, അച്ഛൻ മോളെ വഴക്ക് പറഞ്ഞതിൽ എന്തിരിക്കുന്നടാ മോനെ? പ്രതാപം കാണിച്ചത് ഋതികയോടുള്ള ദേഷ്യമല്ല, പത്മാവതിയോടുള്ള അവന്റെ വെറുപ്പാ.